ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2024 കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ PSC ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബയോളജി ക്ലാസ് ചെയ്ത പോലെ തന്നെ LGS ലെവല്, അതേപോലെ തന്നെ എന്താണ് +2 10th ലെവല്, അതേപോലെ +2 ലെവല്, ഡിഗ്രി ലെവല്, ഇത്രയും ലെവൽസിൽ PSC നടത്തിയിരിക്കുന്ന എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ LDC മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇതാണ് കേരളം ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികളുണ്ട്, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജലം, റെയിൽവേ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. ഇത്രയും ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ഈ ജോഗ്രഫി പോർഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യനും അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സും ഒക്കെ പഠിച്ച് നമുക്കൊരു ക്വിക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരി അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് എത്രയാണ്? 560 കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് നീളം. ഓക്കെ, അത് ശരിയാണ്. തെക്ക് വടക്ക് നീളം 560. കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത്, കടൽ തീരം എത്രയാണ്? അത് 580 കിലോമീറ്റർ ആണ്. 590 എന്താണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സൈറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 590 കിടക്കുന്നത്. അപ്പൊ അതും എന്ത് ചെയ്യുന്നുണ്ട്, PSC ചിലപ്പോൾ ആൻസർ ആയിട്ട് തരാം. 580 അല്ലെങ്കിൽ 590 വരും കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. ഏറ്റവും ഉയരമുള്ള സ്ഥലം ഏതാണ്? അഗസ്ത്യകൂടമാണോ? അല്ല, അത് ആനമുടിയാണ്. അപ്പൊ 2 തെറ്റാണ്. അപ്പൊ നമുക്ക് നോക്കിക്കേ, ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ശരിയാണെന്നറിയാം. അപ്പൊ ഇതല്ല ആൻസർ. ഇനി എന്താണ്? ഒന്നുകിൽ 2, 3 അല്ലെങ്കിൽ എന്താണ് 2 മാത്രം അല്ലെങ്കിൽ 3 മാത്രം. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. സമുദ്രനിരപ്പിൽ നിന്ന് താഴെയുള്ള പ്രദേശമാണ് കുട്ടനാട്. നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ആൻസർ ശരിയാണ്. അപ്പൊ ഇവിടുത്തെ ഏതാണ് ശരി അല്ലാത്തതെന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഏതാണ്? 2 മാത്രമാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഈ പറയുന്ന ഏറ്റവും ഉയരമുള്ള പ്രദേശം ഏതാണ്? അത് ആനമുടിയാണ്. ആനമുടി 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. നമ്മുടെ മൂന്നാറ് ദേവികുളം അല്ലെ, ദേവികുളത്താണ് ഈ പറയുന്ന ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ അഗസ്ത്യകൂടം എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ പാർക്കാണ്. അത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ് ഈ പറയുന്ന അഗസ്ത്യകൂടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് 2 മാത്രമാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയാണ് നമുക്ക് വേണ്ടത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ശരിയാണ്. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാറിൽ സ്ഥിതി ചെയ്യുന്നു. പെരിങ്ങൽകൂത്ത് എവിടെയാണ്? പെരിങ്ങൽകൂത്ത് പെരിയാറിലല്ല, അത് ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകൂത്ത് പദ്ധതി. അപ്പൊ എന്താണ്? ഇത് തെറ്റാണ്. 2 ഉള്ളതൊക്കെ അങ്ങ് കട്ട് ചെയ്തു. ഓക്കെ, 1 ശരിയാണെന്നറിയാം. അപ്പൊ ആൻസർ ഏതായിരിക്കും? 1ഉം 3ഉമാണ് ശരി. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനമാണ് ഭാരതപ്പുഴയ്ക്ക്. 1ാം സ്ഥാനം ആർക്കാണ്? 1ാം സ്ഥാനം നമ്മുടെ പെരിയാറിനാണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഭാരതപ്പുഴ എത്രയാണ്? 209 കിലോമീറ്റർ ആണ്. 3ാം സ്ഥാനം ആർക്കാണ്? പമ്പയ്ക്കാണ്. 176 കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ. ഇത് നമ്മുടെ 19/2024 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. ഇതിൽ തന്നിരിക്കുന്ന ഒരു 8ഓളം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ 8 ക്വസ്റ്റ്യനും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു. ഈ പറയുന്ന ജോഗ്രഫി പോർഷനിൽ നിന്ന് ചോദിച്ച 8ഉം സ്റ്റേറ്റ്മെന്റ് ആയിരുന്നേ. നോക്കാം നമുക്ക്. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശാസ്താംകോട്ട എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ ഇത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി ആണോ? അഷ്ടമുടി ആണോ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് അത് വേമ്പനാട്ടാണ്. അപ്പൊ എന്താണ്? 1 ശരിയാണെന്നറിയാം. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതാണ്. അപ്പൊ 1 ആൻസർ അല്ല, അതല്ല ആൻസർ എന്ന് മനസ്സിലായി. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. പൂക്കോട് എവിടെയാണ്? പൂക്കോട് വയനാട് അല്ലെ. പൂക്കോട് തടാകം വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഏതാണ്? ഓപ്ഷൻ ബി. 2 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കായലുകളിൽ നമുക്ക് വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലുത്. പക്ഷെ ശുദ്ധ ജല തടാകങ്ങളിൽ ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ശാസ്താംകോട്ടയാണ്.
ഓക്കെ, അഷ്ടമുടി എവിടെയാണ്? അഷ്ടമുടി കായൽ. അഷ്ടമുടി എന്ന് പറയുന്ന അഷ്ടമുടി, അഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. അതായത് നീരാളി പോലെ ഇങ്ങനെ 8 ശാഖകളായിട്ട് പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഏതാണ്? അഷ്ടമുടി കായലാണ്. അത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. നമുക്കറിയാം കായലുകൾ എന്ന് പറയുന്നത് മൊത്തം നമുക്ക് 44 നദികൾ എന്ന് പറയുന്ന പോലെ തന്നെ 34 കായലുകളുണ്ട്. അതിൽ 27 എന്താണ്? കടലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ് 27. 7 ഉൾനാടൻ ജലാശയം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ മൊത്തം 34 കായലുകളാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ആയത് കണ്ടെത്താൻ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? ശരിയാണല്ലേ വേണ്ടത്. ശരിയായ പ്രസ്താവനയാണ് വേണ്ടത്. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരമാണോ? കൊല്ലമല്ല, അത് വയനാടാണ് അല്ലേ. വയനാടും എന്തുമായിട്ടാണ്? തമിഴ്നാടുമായിട്ടല്ല. നമുക്ക് ഒന്നുകിൽ പറയാം കോഴിക്കോടും എന്താണ് മൈസൂരുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ശരിക്കും താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. അതായത് കോഴിക്കോട് ടു വയനാടാണ്, അവിടെ നിന്ന് മൈസൂരേക്ക് പോകാനുള്ള റൂട്ടാണ് ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമുക്ക് ശരിയായതാണ് വേണ്ടത്. ഇത് തെറ്റാണ് ആൻസർ. ഓക്കെ, 1 തെറ്റാണ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. 1 ഉള്ളതെല്ലാം കട്ട് ചെയ്തു. എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ അവിടെയും എന്തുണ്ട്? 1 ഉണ്ട് അല്ലെ. 1 തെറ്റാണ്. ബാക്കി അപ്പൊ ആൻസർ ഏതായിരിക്കും? 2ഉം 3ഉം ആയിരിക്കും ശരി. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് അല്ലെ. വയനാട് ചുരം എന്ന് പറഞ്ഞാലും അത് എവിടെയാണ്? അത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് ഏത്? പാലക്കാട് ചുരം. ഈ പാലക്കാട് ചുരം എന്ന് പറയുന്നത് പാലക്കാടിനെ എന്തുമായിട്ട്? നമ്മുടെ കോയമ്പത്തൂരുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന പാലക്കാട് ചുരം. ഈ പാലക്കാട് ചുരം അതേപോലെ തന്നെ എന്താണ്? പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ചോദിക്കാറുണ്ട്. അതേതാണ്? നമ്മുടെ ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. നീണ്ടകര. നീണ്ടകര എവിടെയാണ്? തിരുവനന്തപുരം അല്ല. നീണ്ടകര എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ്. അഴീക്കൽ ബീച്ച് ഉണ്ട്. അത് നിങ്ങൾ തിരിഞ്ഞു പോകരുത്. അഴീക്കൽ ബീച്ച് കൊല്ലത്താണ്. പക്ഷെ അഴീക്കൽ തുറമുഖം എവിടെയാണ്? അത് കണ്ണൂരാണ്. ഓക്കെ, അപ്പൊ ഏതാണ്? അഴീക്കൽ തുറമുഖം കണ്ണൂര്. ഇത് ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയായതല്ലേ. ശരിയായ രീതിയിൽ യോജിച്ചവയാണ്. 2 ശരിയാണ്. 1 തെറ്റാണെന്നറിയാം. സോ 1 ഉള്ളതെല്ലാം അങ്ങ് കട്ട് ചെയ്തോ. ആൻസർ ഏതായിരിക്കും? 2ഉം 3ഉമാണ്. ബാക്കി ഒന്നും നിങ്ങൾ വായിക്കണ്ട. അപ്പോഴത്തന്നെ ആൻസർ കിട്ടിയല്ലേ. പൊന്നാനി മലപ്പുറമാണ്. പിന്നെ എന്താണ്? കായംകുളം എവിടെയാണ്? കായംകുളം നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലാണ് കായംകുളം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്? അഴീക്കൽ കണ്ണൂരാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അഴീക്കൽ തുറമുഖം കണ്ണൂരും അഴീക്കൽ ബീച്ച് എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലുമാണ്. ഓക്കെ, അപ്പൊ ഇതും ശരിയാണ്. 2ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വൈദ്യുതി പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ശരിയാണ് വേണ്ടത്. കേരളത്തിലെ വൈദ്യുതി ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. അതും ശരിയാണ്. ഓക്കെ, ഇനി എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. അതും ശരിയാണ്. ഇവിടെ എന്താണ്? എല്ലാം ശരിയാണെന്നുള്ളതാണ് ആൻസർ. അതായത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ഇടുക്കിയിലാണ്. 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി വരുന്നത്. അതേപോലെ തന്നെ വലുതാണ്. അതേപോലെ പള്ളിവാസൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാലോ? വലുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലുത്. കണ്ടോ, ഏറ്റവും വലുത് ഇടുക്കിയാണ്. ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് നമുക്ക് സഹായം നൽകിയ രാജ്യമുണ്ട്. അത് നമ്മുടെ കാനഡയാണ്. കാനഡ. അതേപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണെങ്കിൽ രണ്ടാമത്തെ ചോദിക്കാറുണ്ട്. രണ്ടാമത്തേത് ചെങ്കുളമാണ്. ചെങ്കുളം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കരിമ്പുഴ മലപ്പുറമാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ്? മലപ്പുറമാണ്. ചിമ്മിനി എവിടെയാണ്? ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലാണ്. ചിമ്മിനി പാലക്കാടല്ല, തൃശ്ശൂരാണ്. നമുക്ക് വേണ്ടത് ശരിയായ ജോഡിയാണ് അല്ലെ. അപ്പൊ 2 തെറ്റാണെന്നറിയാം. അപ്പൊ ഇത് 2ഉം അങ്ങ് കട്ട് ചെയ്തോ. ചെന്തുരണി കൊല്ലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് അല്ലെ. ചെന്തുരണി കൊല്ലമാണ്. ചൂലന്നൂർ എവിടെയാണ്? ചൂലന്നൂർ പാലക്കാടാണ്. സോ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ആൻസർ എന്ന് പറയുന്നത്. ചൂലന്നൂർ പാലക്കാടാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റാണ് നമുക്ക് അവിടെ വേണ്ടത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു. 1 ശരിയാണ് അല്ലെ. സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകൾ. വെടിപ്ലാവിന്റെ സാന്നിധ്യം സിംഹവാലൻ കുരങ്ങുകൾക്ക് അല്ലെ അനുകൂലമാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? 1 ശരിയാണ്. അപ്പോൾ നമുക്ക് വേണ്ട തെറ്റാണ്. അപ്പൊ 1 ഉള്ളതൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഒന്നുകിൽ 2ഉം 3ഉം അല്ലെങ്കിൽ 3 മാത്രം. ചീവീടുകൾ അപൂർവമായത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. ഇതും ശരിയാണ്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി
നമുക്ക് വേണ്ട തെറ്റാണ്, ഇത് മാത്രമാണ് ഇവിടെ തെറ്റ്. 1984 നിലവിൽ വന്ന ഇത് മലപ്പുറം ജില്ലയിലാണ്. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി. 1984 നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇത് എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത്, സൈലന്റ് വാലിയെ നാഷണൽ പാർക്കാക്കി പ്രഖ്യാപിക്കുന്നത്. 1985 രാജീവ് ഗാന്ധിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കണ്ടോ, അപ്പൊ ഈ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ് ലെവൽ ആയിരുന്നു. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചതാണ്, അതെല്ലാം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം നമുക്ക്. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ഏതാണ്? കൊല്ലം ടു കോട്ടപ്പുറം. ഇപ്പൊ അത് എവിടം വരെയാണ്? കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. അത് ഏതാണ്? നാഷണൽ വാട്ടർവേ 3 ആണ്. ഓക്കെ, നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്ന അപ്പൊ എവിടെയാണ്? കൊല്ലം ടു കോഴിക്കോട് എന്ന് പറയാം. പിന്നെയുള്ളത് ഏതാണ്? നമുക്ക് കേരളത്തിൽ 4 ദേശീയ ജലപാതകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്താണ് ഈ പറയുന്ന നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മളിപ്പോ പറഞ്ഞു കൊല്ലം ടു കോഴിക്കോടാണെന്നുള്ളത്. പിന്നെ നാഷണൽ വാട്ടർവേ ഏതാണ്? 8, അതായത് ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെ. അടുത്തത് നാഷണൽ വാട്ടർവേ 9 ഉണ്ട്. 9 എന്ന് പറയുന്നത് ആലപ്പുഴ ടു കോട്ടയമാണ്, കോട്ടയം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നാഷണൽ വാട്ടർവേ 13 എന്ന് പറയുന്നത് നമ്മുടെ പൂവാറ് മുതൽ ഇരയിമ്മൻതുറ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സ്ഥലമാണ്. ഇരയിമ്മൻതുറൈ വരെയാണ് ഈ പറയുന്ന നാഷണൽ വാട്ടർവേ 13 എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഏതാണ്? 59, അതായത് അത് കോട്ടയം ടു വൈക്കമാണ്, വൈക്കം. ഇത്രയുമാണ് നമ്മുടെ ദേശീയ ജലപാതകൾ, കേരളത്തിലൂടെ പോകുന്ന ദേശീയ ജലപാതകൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ അല്ലെ? നമുക്കറിയാം ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ദേവികുളം താലൂക്ക്, മൂന്നാർ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഏതാണ്? ഇടുക്കിയാണ് എന്താ നമ്മുടെ ആനമുടി സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അല്ലെ? പിന്നെ ചോദിക്കാറുണ്ട് ഹിമാലയത്തിന് തെക്ക്. നമുക്കറിയാം ഇപ്പൊ ഇന്ത്യ ഇങ്ങനെയാണ് വരുന്നെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഹിമാലയത്തിന്റെ തെക്ക് ഏറ്റവും ഉയരം കൂടിയ ചോദിച്ചു കഴിഞ്ഞാലും അത് ഏതാണ്? നമ്മുടെ ആനമുടിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതൊക്കെയാണ്? കിഴക്കോട്ടൊഴുകുന്നത് കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ ഏതാണ് ഇവിടെ? പാമ്പാർ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി. എവിടെയാണ്? അത് ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? പള്ളിവാസൽ ഇടുക്കി ജില്ലയിലാണ്. 1940 പള്ളിവാസൽ വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം എവിടെയാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 3 അല്ലെ? ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല. കണ്ടൽ വനങ്ങൾ ഇല്ലാത്തത് നമ്മുടെ പാലക്കാടും ഇടുക്കിയിലുമാണ് കേട്ടോ. കണ്ടൽ വനങ്ങൾ ഇല്ലാത്തത് പാലക്കാട്, ഇടുക്കിയാണ്. ഇവിടെ നമുക്കറിയാം എറണാകുളം എന്ന് പറയുന്നത്, എറണാകുളത്താണ് നമ്മുടെ മംഗളവനം ഉള്ളത്. നമുക്കറിയാം കണ്ടൽക്കാടിന്റെ അവിടെ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എറണാകുളം അല്ല, കണ്ണൂർ. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് എവിടെയാണ്? കണ്ണൂരാണ് അല്ലെ? അതേപോലെ തന്നെ അപ്പൊ ഇതുമല്ല. അപ്പൊ എന്തായിരിക്കും ആൻസർ വരേണ്ടത്? പാലക്കാടും ഇടുക്കിയുമാണ്. ഇനി ഇവിടെ നോക്കിക്കേ, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് നമ്മൾ പറഞ്ഞു കണ്ണൂരാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് നമ്മുടെ പശ്ചിമ ബംഗാളാണ്, വെസ്റ്റ് ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്ന സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ദക്ഷിണേന്ത്യയിലാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശാണ്. പിന്നെ പറയാനുള്ളത് കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അത് 1000 തെങ്ങാണ്. എവിടെയാണ്? 1000 തെങ്ങ്. കണ്ടൽ ഗവേഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1000 തെങ്ങ് കൊല്ലം ജില്ലയിലാണ്. അതേപോലെ തന്നെ കണ്ടൽ മ്യൂസിയം ആണെങ്കിലോ, കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അത് കൊയിലാണ്ടിയാണ്. 1000 തെങ്ങിന് എന്താണ്? ഗവേഷണ കേന്ദ്രമാണ്. കൊയിലാണ്ടിയിൽ എന്താണ്? കണ്ടൽ മ്യൂസിയമാണ്. ഓക്കെ, പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ്? പെരിയാർ വന്യജീവി സങ്കേതം നമുക്കറിയാം അത് ഇടുക്കിയാണെന്നറിയാം. ഇടുക്കിയുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി, ഇടുക്കിയും പത്തനംതിട്ട. അതേപോലെ തന്നെ കോട്ടയം. ഈ 3 ജില്ലകളിലായിട്ടാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ത് ചെയ്യുന്നത്? വ്യാപിച്ചു കിടക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് പെരിയാർ വന്യജീവി സങ്കേതം. 1950 ഇതിനെ എന്ത് ചെയ്യുന്നത്?
പെരിയാർ വന്യജീവി സങ്കേതമായിട്ട് അതിനെ പ്രഖ്യാപിക്കുന്നത് 1950-ലാണ്. 1978-ലാണ് ഇതിന് എന്തായിട്ട് കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ടൈഗർ റിസർവ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് അത് 10ാമത്തേതായിരുന്നു. ഇന്ത്യയിലേക്ക് 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ പഴയ പേരായിരുന്നു നെല്ലിക്കാമ്പട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ പറയുന്നത് ഇതിന്റെ പെരിയാർ. അതേപോലെ തേക്കടി വന്യജീവി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പെരിയാറിന്റെ പഴയ പേരുകളാണ്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഏതാണ്? കോട്ടയം. നമുക്കറിയാം കോട്ടയം എന്ന് പറയുന്നത് ഏകദേശം നടുക്കായിട്ട് വരുന്നതാണ്. ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് ശാസ്താംകോട്ടയാണ് അല്ലെ, ശാസ്താംകോട്ട. അതിനെയാണ് എന്താണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ശാസ്താംകോട്ടയാണ്. ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിലാണ്? അത് ചാലക്കുടി പുഴ അല്ലെ. അതിരപ്പള്ളി വാഴച്ചാൽ നമ്മളൊക്കെ തൃശ്ശൂര് അല്ലെ, അതെവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ 2ാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആദ്യ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണെങ്കിൽ 2ാമത്തേത് ശബരിഗിരിയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്, വിസ്തീർണം കുറഞ്ഞത് വളപട്ടണമാണ്. വളപട്ടണം ഗ്രാമപഞ്ചായത്ത്, കണ്ണൂർ ജില്ലയിലെ വളപട്ടണമാണ് ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അത് പുന്നമടക്കായലിലാണ്. അഷ്ടമുടി കായൽ നടക്കുന്നത് ഏതാണ്? അത് പ്രസിഡൻസി ട്രോഫിയാണ്. പ്രസിഡൻസി ട്രോഫി വള്ളംകളി എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി. ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളി എവിടെയാണ്? അത് നമ്മുടെ കന്നേറ്റിക്കായലാണ്. ഒക്കെ ചോദിക്കുന്നതാണ്. കന്നേറ്റിക്കായൽ, ശ്രീനാരായണ ഗുരു വള്ളംകളി എവിടെയാണ്? കന്നേറ്റിക്കായലാണ്. അതേപോലെ ചമ്പക്കുളം വള്ളംകളി, അതേപോലെ തന്നെ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ പമ്പ നദിയിലാണ്. പമ്പ. പിന്നെയുള്ളത് മദർ തെരേസ വള്ളംകളി. മദർ തെരേസ വള്ളംകളി എവിടെയാണ്? അത് അച്ഛൻ കോവിലാറിലാണ്. അച്ഛൻ കോവിലാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. അല്ലാത്ത പ്രസ്താവനകളാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴയാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഏതാണ്? ഏറ്റവും നീളമുള്ള നദിയാണ് നമ്മുടെ പെരിയാർ. 244 കിലോമീറ്റർ, 209 കിലോമീറ്ററോളമുള്ള ഭാരതപ്പുഴ 2ാം സ്ഥാനമാണ്. ആൻസർ കിട്ടിയില്ലേ? ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? ഏതൊക്കെയാണ് പെരിയാറിന്റെ പോഷക നദികൾ? മുതിരമ്പുഴയാറുണ്ട്, പെരിഞ്ചാംകുട്ടിയാറുണ്ട്, കട്ടപ്പനയാറുണ്ട്. പിന്നെ ഏതൊക്കെയാണ്? തൊടുപുഴയാറെന്ന് പറയുന്നത് വരില്ല കേട്ടോ. അത് ഏതാണ്? മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയുടെ പോഷക നദിയാണ് തൊടുപുഴയാറെന്ന് പറയുന്നത്. മുതിരമ്പുഴയുണ്ട്. അതേപോലെ തന്നെ മുല്ലയാർ, ഇതൊക്കെ പെരിയാറിൻ്റെതാണ്. മുല്ലയാറുണ്ട്. ഇനി പെരുംതുറയാറുണ്ട്. അതേപോലെ തന്നെ എന്താണ്? ഇടമലയാർ, ഇതൊക്കെ എന്തിൻ്റെതാണ്? നമ്മുടെ പെരിയാറിന്റെ പോഷക നദികളാണ്. അപ്പൊ ഏതൊക്കെയാണ്? മുതിരമ്പുഴ, മുല്ലയാറ്, പെരിഞ്ചാംകുട്ടി, കട്ടപ്പനയാറ്, പെരുന്തുറയാറ്, ഇടമലയാർ, ഇതെല്ലാം എന്താണ്? പെരിയാറിന്റെ പോഷക നദികളാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത് 3 ഇല്ലാത്തത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. വന്യജീവി സങ്കേതങ്ങൾ അല്ലെ, ജില്ലയുമായിട്ട് ചേരുമ്പടി ചേർക്കാനാണ്. നെയ്യാർ എവിടെയാണ്? നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലാണ്. ചെന്തുരണി കൊല്ലമാണ്. കരിമ്പുഴ മലപ്പുറമാണ്. കൊട്ടിയൂർ കണ്ണൂരാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1 1 2 2 3 3 4 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്. ശരിയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്. 78-ലാണ് നിലവിൽ വന്നത്. ശരിയാണ്. നമുക്കിനി എന്താണ് നോക്കേണ്ടത്? തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന ഏതാണ്? പെരിയാറാണ്. അപ്പൊ ഏതാണ്? തെറ്റായതാണ് നമുക്ക് വേണ്ടത്. ഓപ്ഷൻ ഡി 4 മാത്രമാണ്. ഈ 1975-ലാണ് ഇതിനെ എന്തായിട്ട് പ്രഖ്യാപിക്കുന്നത്? വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട്. അതിനാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? 78-ല് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്താണ് ഏത്? പോത്തുകലാണ് ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ. തണ്ണീർമുക്കം ബണ്ട് എവിടെയാണ്? അത് നമ്മുടെ വേമ്പനാട്ട് കായലാണ് തണ്ണീർമുക്കം ബണ്ട്.
മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പള്ളിവാസൽ, ചെങ്കുളം. പള്ളിവാസലും ചെങ്കുളം എവിടെയാണ്? മുതിരപ്പുഴയിലാണ്. ഒന്ന് ശരിയാണ്. പെരിങ്ങൽകുത്തും പന്നിയാറും. പെരിങ്ങൽകുത്ത് എവിടെയാണ്? പെരിങ്ങൽകുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ചാലക്കുടി പുഴയിലാണെന്ന്. അപ്പൊ ഇതല്ല. ശബരിഗിരിയും ഷോളയാറും. ശബരിഗിരി എവിടെയാണ്? അത് പമ്പ നദിയിലാണ്. ഷോളയാർ എവിടെയാണ്? അത് ചാലക്കുടിയിലാണ്. അപ്പൊ ഇതുമല്ല. കല്ലട. കല്ലട എന്ന് പറഞ്ഞാൽ കല്ലടയാറിലാണ്. മണിയാർ എവിടെയാണ്? കക്കാട്. നമ്മുടെ പമ്പയുടെ പോഷക നദിയായ കക്കാടിലാണ് എന്ത് ചെയ്യുന്നത്? മണിയാറ്. മണിയാറാണ് എന്ത് ചെയ്യുന്നത്? സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് മണിയാറാണ്. രണ്ടാമത് കൂത്തുകലാണ്. കുത്തുങ്കൽ. ഞാൻ പറഞ്ഞാണ് മണി അടിച്ചിട്ടാണ് കൂത്തു തുടങ്ങുന്നത്. അപ്പൊ സ്വകാര്യ മേഖലയിൽ ആദ്യത്തത് മണിയാറ്, രണ്ടാമത്തത് കൂത്തുങ്കലാണ്. ഓക്കെ, അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് വരേണ്ടത്? ഇതും തെറ്റാണ് അല്ലെ. ഓപ്ഷൻ എ 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരി ആയത്. ഉപ്പുരസമുള്ള എക്കൽ മണ്ണാണ്. ശരിയാണ് അല്ലെ, ഉപ്പുരസമാണെന്ന് നമുക്കറിയാം. സഹ്യപർവ്വതനിരയുടെ ഭാഗമാണ്. അല്ല, സഹ്യപർവ്വതനിര എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മലനാട് വരും. റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്നു. തീരപ്രദേശങ്ങളിൽ റബ്ബർ കൃഷി വളരെ കുറവാണ്. അപ്പൊ എന്താണ്? ഇതല്ല. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം ആണോ? അതുമല്ല, അതും മലനാടാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. 1 മാത്രമാണ് തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ ശരി ആയത്. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ഏത്? കർണാടക. അത് ഏതാണ്? നമ്മുടെ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. മുത്തങ്ങ അഥവാ വയനാട് വന്യജീവി സങ്കേതം എന്നൊക്കെ പറയും. 1973 അത് വന്നത്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് വയനാട് വന്യജീവി സങ്കേതം. അവിടെ ഏതാണ്? കർണാടകയുടെയും തമിഴ്നാടിന്റെയും എന്താണ്? അതിർത്തിയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഏറ്റവും നീളം കൂടിയ നദി അത് പെരിയാറാണ്. 244. ഇന്ത്യയുടെ ധാന്യപ്പുര ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തര മഹാസമുദ്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഏറ്റവും വലുത് ശുദ്ധജല തടാകമായതുകൊണ്ട് അത് ശാസ്താംകോട്ടയാണ്. ഏറ്റവും വലിയ തടാകമാണ് ചോദിച്ചിരുന്നെങ്കിൽ അത് വേമ്പനാട്ട് അല്ലെ. ഏറ്റവും വലിയ കായൽ ചോദിച്ചാൽ അത് വേമ്പനാട്ടും, ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാസ്താംകോട്ടയുമാണ്. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം, കടൽ തീരമുള്ളത് 9 എണ്ണമാണ്. അപ്പൊ ഇല്ലാത്തത് പഠിച്ചു വെക്കണ്ടേ? നമുക്ക് ഏതൊക്കെയാണ് ഇല്ലാത്തത്? കോട്ടയം കടൽ തീരം ഇല്ലാത്തതാണ്. ഇടുക്കി, അതേപോലെ തന്നെ ഏതാണ്? പിന്നെ വയനാട്, പിന്നെ വരുന്നത് പാലക്കാട്, പിന്നെ വരുന്നത് പത്തനംതിട്ട. ഈ 5 എണ്ണത്തിനാണ് എന്ത്? കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ. കോട്ടയം, ഇടുക്കി, വയനാട്, പാലക്കാട്, പത്തനംതിട്ട. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. ശബരിഗിരി എവിടെയാണ്? പമ്പ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല, ചെറുതേതാണ്? ആലപ്പുഴ. വലുതേതാണ്? ഇടുക്കി. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി അത് പുന്നമട കായലിലാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ല, സൈലന്റ് വാലി. ബാക്കിയുള്ള നാഷണൽ പാർക്കുകളിൽ 4 എവിടെയാണ്? നമ്മുടെ ഇടുക്കിയിലാണ്. ആകെ ഒരെണ്ണം മാത്രമാണ് ഇടുക്കി വിട്ടുപോയിട്ടുള്ളത്. അതേതാണ്? സൈലന്റ് വാലിയാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുദിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? മുദിയം എവിടെയാണ്? മലപ്പുറത്താണ്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാണ്? സ്പൈസസ് പാർക്ക് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് തുടങ്ങനാടാണ്. തുടങ്ങനാട്. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളാണ് ഏതൊക്കെയായിരിക്കും? കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്, പിന്നെ വരുന്നത് ഏതാണ്? നമ്മുടെ വയനാടാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. നമുക്കറിയാം കേരളം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഇവിടെ ആയിട്ട് വരും കർണാടക. ഇവിടെ കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, ഇവിടെ വയനാടുണ്ട്. ഓക്കെ, കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്ര? താലൂക്കുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണത്? 78 താലൂക്കുകളാണുള്ളത്. 78. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതായിരിക്കും? ശാസ്താംകോട്ട, പൂക്കോട് തടാകം, അഷ്ടമുടി, വെള്ളായണി. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? അത് അഷ്ടമുടി കായലാണ്. കാരണം എന്താ? ബാക്കി 3ഉം എന്താണ്? അത് ശുദ്ധജല തടാകങ്ങളാണ്. ശാസ്താംകോട്ടയും പൂക്കോടും വെള്ളായണിയും. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ബന്ധമില്ലാത്തതാണ് വേണ്ടത്. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഓക്കെ, അത് ശരിയാണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. ഇതാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ പശ്ചിമഘട്ടമുണ്ട്, ഇവിടെ പൂർവ്വഘട്ടമുണ്ട്. ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന നദികളാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഡെൽറ്റാസ് ഫോം ചെയ്യുന്നത്. ഓക്കെ,
എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ശരിയാണ്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡിയാണ് വേണ്ടത്. പള്ളിവാസൽ എവിടെയാണ്? ഇടുക്കിയാണ്. ശരിയാണ്. അടുത്തത് കുറ്റ്യാടി കോഴിക്കോടാണ്. കല്ലട കൊല്ലമാണ്. ഷോളയാർ എവിടെയാണ്? തൃശ്ശൂരാണ് ഷോളയാർ. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി, അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കുറിഞ്ഞിമല, ചിന്നാറ്, പെരിയാറ്, ആറളം വന്യജീവി സങ്കേതം എവിടെയാണ്? അത് കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനമാണ് ഏത്? വരയാട് കാണുന്ന എവിടെയാണ്? ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിച്ചവ കണ്ടെത്തുക. ഇത് PSC ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്യാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. ബേപ്പൂർ കോഴിക്കോടാണ്. ശരിയാണ് അല്ലെ? ഇനി നെക്സ്റ്റ് ഏതാണ് നമുക്ക് പറയേണ്ടത്? ഈ പറയുന്ന മുനമ്പം എറണാകുളമാണ്. അതും ശരിയാണ്. ശക്തികുളങ്ങര എവിടെയാണ്? ശക്തികുളങ്ങര എന്ന് പറയുന്നത് കൊല്ലമാണ്. ഓക്കെ. തോപ്പുംപടി നമുക്കറിയാം. തോപ്പുംപടി എന്ന് പറയുമ്പോഴേ അത് എറണാകുളം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. ഓക്കെ. തോപ്പുംപടി അതായത് നമ്മുടെ ചെല്ലാനം ബീച്ച് എന്നൊക്കെ ചെല്ലാനമായിട്ട് വരും. അഴീക്കൽ കൊല്ലം. ഇവിടെ നമുക്ക് ശരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത് ഈ അഴീക്കൽ കൊല്ലം ഉണ്ട്. പക്ഷെ അത് എന്തല്ല? തുറമുഖമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു അഴീക്കൽ ബീച്ചാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പൊ തുറമുഖമായിട്ട് വരുന്നത് അഴീക്കൽ എവിടെയാണ്? അത് കണ്ണൂരാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് PSC ക്യാൻസൽ ചെയ്തു. പ്രൊവിഷണൽ കീയിൽ വന്നത് ഈ പറയുന്ന 1, 2, 5 എന്നുള്ള ആൻസർ ആയിരുന്നു. പക്ഷെ അതെന്താണ്? 5 അത് ബീച്ചിന്റെ കണത്തിലാണ് നമ്മൾ അഴീക്കൽ കൊല്ലം ബീച്ചാ പഠിക്കുന്നത്. അപ്പൊ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? അഴീക്കൽ തുറമുഖം എവിടെയാണ്? കണ്ണൂരാണ്. ബേപ്പൂര് കോഴിക്കോട്. മുനമ്പം എവിടെയാണ്? എറണാകുളമാണ്. ശക്തികുളങ്ങര കൊല്ലമാണ്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം, ഏറ്റവും ആഴം കൂടിയത് വിഴിഞ്ഞമാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? അത് ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടിൻചോല. ആനമുടിച്ചോല, മതികെട്ടാൻചോല, ഇരവികുളം, സൈലന്റ് വാലി. ഓക്കെ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചോദിച്ചത്. അത് ശാസ്താംകോട്ടയാണ്. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് നമ്മുടെ മംഗളവനം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഞാൻ പറഞ്ഞു നേരത്തെ 4 എണ്ണവും ഇടുക്കിയിലാണ്. ബാക്കി ഒരെണ്ണം മാത്രമാണ് വയനാട്. വേറെ ഒരിടത്തും നാഷണൽ പാർക്കുകളില്ല. അപ്പൊ ഏതാണ്? ഇടുക്കിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. നമ്മുടെ അവിടെയാണ് എന്ത് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ്? അത് മീനങ്ങാടിയാണ്. കേരളത്തിലെ ഏത് നഗരത്തിനാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? അത് നമ്മുടെ കോഴിക്കോട് ജില്ലയ്ക്കാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കേരളത്തിലൂടെ ദേശീയ ജലപാത 3 ആണ് കടന്നു പോകുന്നത്. ശരിയാണ്. കേരളത്തിലെ ദേശീയ ജലപാത 3 കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഓക്കെ. ശരിക്കും ഇവിടെ ആൻസർ ആയിട്ട് തന്നിരുന്നത് 1ഉം 2ഉം ശരിയെന്നാണ്. കാര്യം ഇത് കൊല്ലം മുതൽ കോട്ടപ്പുറം അല്ല, ഇപ്പൊ എവിടെയാണ്? കോഴിക്കോടാണ്. അപ്പൊ നമുക്കിത് ശരിയെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഏതാണ്? 1, 2 ആണ് ശരി. കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലൂടെയാണ്. നമുക്കറിയാം തീരദേശം എന്ന് പറയുന്നത് പടിഞ്ഞാറൻ മേഖലയിലാണ്. കിഴക്കൻ മേഖലയിൽ എന്തായാലും വരില്ല. ആൻസർ ആയിട്ട് തന്നിരുന്നത് ഓപ്ഷൻ സി 1 and 2 ആണ്. കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ. സുഗന്ധവിളകൾക്ക് അനുയോജ്യമാണ്. മലനാട്ടിലാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ സുഗന്ധവിളകളൊക്കെ ഉള്ളത്. അപ്പൊ ഇത് ശരിയാണ്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഓക്കെ, അതും ശരിയാണ്. ഇനി ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെടുന്നു. നമുക്കറിയാം മലനാട്ടിലേക്ക് മലമ്പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ്? നല്ല തണുപ്പായിരിക്കും അല്ലെ? അപ്പൊ എന്തായാലും ഇത് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ നോക്കിക്കേ, 3 അല്ല എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് എല്ലാം കട്ട് ചെയ്യാമോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കേരളത്തിന്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം എന്ന് പറയുന്നത്. ശരിയാണ്. തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. അതും ശരിയാണ്. പാലക്കാട്, അതേപോലെ പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കോട്ടയം, ഈ 5 ജില്ലകൾക്കാണ് എന്താ തീരപ്രദേശം ഇല്ലാത്തത്. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നു. ശരിയാണ്. 680 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. ഓക്കെ, അപ്പൊ ഒന്നുകിൽ ഏതായിരിക്കും? നോക്കിക്കേ, ഈ രണ്ടും ഒരേപോലത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഒന്ന് 580, ഒന്ന് 680. ഒന്നുകിൽ ഒന്നായിരിക്കും ശരി. നമുക്ക് വേണ്ട തെറ്റാണ്. ഒന്നുകിൽ 1 തെറ്റായിരിക്കും, അല്ലെങ്കിൽ 4 തെറ്റായിരിക്കും. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി 4 ആണ് നമ്മുടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. ആണോ? അല്ല, നമുക്കറിയാം പെരിയാറാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 ഓക്കെ, അത് ശരിയല്ലേ? 41 നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഇതും ശരിയാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി 2ഉം 3ഉമാണ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് അല്ലെ ഏറ്റവും വലിയത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. ശരിയാണ്. നമുക്ക് വേണ്ട തെറ്റാണ്. ശരിയായ പ്രസ്താവനയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ആണോ? അല്ല, പമ്പയല്ല, അത് എവിടെയാണ്? പെരിയാറിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അപ്പൊ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഏതാണ്? നമുക്കറിയാം മുതിരപ്പുഴ, പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ എ 3 മാത്രമാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനമാണ്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിംഹവാലം കുരങ്ങുകളെ കാണാൻ കഴിയുന്നു. സിംഹവാലം കുരങ്ങുകളെ കാണാൻ കഴിയുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. ഓപ്ഷൻ എ 3 ഇവിടെ തെറ്റുന്നത്. നമുക്ക് വേണ്ടത് ശരിയല്ലേ? ഉണ്ടോ? എങ്ങനെയാണ് നമുക്ക് തെറ്റിപ്പോണത്? അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി 1ഉം 2ഉമാണ് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ഏറ്റവും ചെറുത് ഏതാണ്? നമ്മുടെ ആലപ്പുഴ ജില്ലയാണ്. ഓക്കെ, കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരി അല്ലാത്തത് കണ്ടെത്താൻ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ശരിയല്ലാത്തത്. തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാഴച്ചാൽ എവിടെയാണ്? തൃശ്ശൂര്. നമുക്കറിയാം മധുരപ്പള്ളി വാഴച്ചാൽ തൃശ്ശൂരാണ്. ചീയപ്പാറ പത്തനംതിട്ട. പാലരുവി കൊല്ലം. തുഷാരഗിരി കോഴിക്കോട്. ചീയപ്പാറയാണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. കാര്യം ചീയപ്പാറ പത്തനംതിട്ടയല്ല. ചീയപ്പാറ എവിടെയാണ്? അത് നമ്മുടെ ഇടുക്കി ജില്ലയിലാണ് ചീയപ്പാറ വാട്ടർഫോൾസ് വരുന്നത്. ഇടുക്കി. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റല്ലേ? അപ്പൊ തെറ്റായ അപ്പൊ ആൻസർ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ആയത് കണ്ടെത്താൻ. ശരിയാണ് നമുക്ക് വേണ്ടത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ശരിയാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കിയും കല്ലാറും. ശരിയാണ്. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി ആയത്. ശരിയാണ് നമുക്ക് വേണ്ടത്. നോക്കിക്കേ, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. അപ്പൊ നമുക്ക് നോക്കാം, ഏതാണ്? ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ് നമ്മുടെ സൈലന്റ് വാലി എന്ന് പറയുന്നത്. ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? അത് പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറുതെന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? 3 തെറ്റ്. 3 ഉള്ളതെല്ലാം നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 1, 2, 4 ആണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ. തെറ്റാണ് നമുക്ക് വേണ്ടത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ചതാണ് കാനഡ. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് ശരിയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് ഏറ്റവും വലുത്. അതിന് സഹായിച്ച രാജ്യമാണ് കാനഡ എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഇത് ശരിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ശബരിഗിരിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതികളിൽ 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഇടുക്കിക്ക്, 2ാം സ്ഥാനമാണ് ശബരിഗിരി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ അത് ശബരിഗിരിയല്ല, അതേതാണ്? കുറ്റ്യാടിയാണ്. കുറ്റ്യാടി. അപ്പൊ ഏതാണ്? 2 തെറ്റാണ്. നമുക്ക് തെറ്റുള്ളതാണ് വേണ്ടത്. അപ്പൊ 2 ഉള്ളത് നമുക്ക് നിർത്താം. ബാക്കിയെല്ലാം അങ്ങ് കട്ട് ചെയ്തോ. 1 ശരിയാണെന്ന് പറഞ്ഞു. അപ്പൊ ആൻസർ ഇതും കട്ട് ചെയ്തോ. ആൻസർ ഏതാണ്? 2ഉം 4ഉമാണ് ഇവിടെ തെറ്റായത് വരുന്നത്. വായിച്ചു നോക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. ശരിയാണ്. ഞാൻ പറഞ്ഞതാണ്, മണി അടിച്ചിട്ടാണ് എന്ത് കൂത്ത് തുടങ്ങുന്നത്. അപ്പൊ ഫസ്റ്റ് മണിയാറും, രണ്ടാമതാണ് എന്ത് കൂത്തുങ്കൽ വരുന്നത് സ്വകാര്യ മേഖലയിൽ വരുന്നതിൽ.
ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി എന്ന് പറയുന്നത് 680 മെഗാവാട്ട് അല്ല 780 മെഗാവാട്ടാണ്. അപ്പൊ എന്താണ് ഇവിടെ ഇതും തെറ്റാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി 2ഉം 4ഉമാണ്. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമാണുള്ളത്. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതിയെ നമ്മൾ 3ആക്കി തിരിച്ചിട്ടുണ്ട്. തീരപ്രദേശം, ഇടനാട്, മലനാട്. അതില് തീരപ്രദേശം എന്ന് പറയുന്നത് 7.5 മീറ്ററിൽ താഴെയാണ്. ഇടനാട് വരുന്ന എത്രയാണ്? 7.5 to 75 ഇടനാട് വരേണ്ടത്. മലനാട് എന്ന് പറയുന്നത് 75 മീറ്ററിൽ കൂടുതലാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നത് ഏതാണ്? ഇത് ഇടനാടാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മലനാടുകളെ സംബന്ധിച്ച് ശരി അല്ലാത്തതാണ്. അപ്പൊ ഒന്ന് ശരിയല്ല. നോക്കിക്കേ, ആൻസർ നോക്കാം. ഒന്നല്ലാത്തതൊക്കെ നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി നമുക്ക് നോക്കാം 1ഉം 3ഉം ആണോ 1 മാത്രമാണോ എന്ന് നോക്കിയാൽ മതി. ബാക്കി ഒന്നും വായിക്കാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? 3 മാത്രം വായിച്ചാലും നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് നോക്കാം. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് മലനാട്. ശരിയാണ്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. അതും ശരിയാണ്. മലനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അവിടെയും ശരിയാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1 മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഫസ്റ്റ് പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ്. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല, കടൽ തീരമില്ലാത്തത് ഏതാണ്? പത്തനംതിട്ട. നമുക്കറിയാം ഏതൊക്കെയാണ്? പാലക്കാട്, പത്തനംതിട്ട, അതേപോലെ കോട്ടയമുണ്ട്. പിന്നെ ഏതായിരുന്നു? ഇടുക്കി, പിന്നെയുള്ളത് വയനാട്. ഇങ്ങനെ 5 ജില്ലകൾക്കാണ് എന്തില്ലാത്തത്? കടൽ തീരം ഇല്ലാത്തതായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് കണ്ടോ? നേരത്തെ തന്നിരിക്കുന്ന സെയിം ക്വസ്റ്റിന്റെ, അതായത് ഈ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 91/24 ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 104/24 ആണ്. 104/24. അപ്പൊ ഏകദേശം ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസറും എന്താണ്? ഈസി ആയിട്ട് മിക്ക ക്വസ്റ്റിനും റിപ്പീറ്റേഷൻ ആണ്. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരി അല്ലാത്തതാണ് വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മുതൽ 75 വരെയാണ് ഇടനാട്. അപ്പൊ ഇതെന്താണ്? ശരിയാണ്. 1 ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്താണ്. സോ 1 ഉള്ളത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. അതേതാണ്? ഉയരം കൂടിയ കുന്നും മലകളൊക്കെ ഉള്ളത് മലനാട്ടിലാണ്. ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. ഇതും എന്താണ്? ഇതും മലനാടിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? അതും തെറ്റാണ്. 2 തെറ്റാണ്, 3 തെറ്റാണ്. 2ഉം 3ഉം ഉള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ഇവിടെ ശരി അല്ലാത്ത പ്രസ്താവന. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്തത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്ത് കണ്ടു? വെള്ളച്ചാട്ടങ്ങൾ കണ്ടു. കണ്ടോ? ഇതെല്ലാം ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? തുഷാരഗിരി എവിടെയാണ്? കോഴിക്കോട്. ശരിയാണ്. പാലരുവി കൊല്ലമാണ്. ചീയപ്പാറ ഇടുക്കിയാണ്. വാഴച്ചാൽ എവിടെയാണ്? വാഴച്ചാൽ എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. നേരത്തെ തന്നത് എങ്ങനെയായിരുന്നു? വാഴച്ചാല് തൃശ്ശൂർ കറക്റ്റ് തന്നിട്ട് ചീയപ്പാറയാണ് അവർ തെറ്റാക്കി തന്നിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വാഴച്ചാൽ തൃശ്ശൂർ, വാഴച്ചാൽ പത്തനംതിട്ട എന്നുള്ളതാണ് എന്ത്? തെറ്റെന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ശരിയാണ് നമുക്ക് വേണ്ടത്. കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം. ശരിയാണ്. കണ്ണൂർ ജില്ലയിലെ ആറളം വന്യജീവി സങ്കേതത്തിലാണ് ആദ്യമായി പൂമ്പാറ്റകളുടെ ദേശാടനം നിരീക്ഷിക്കപ്പെട്ടത്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നതും ആറളമാണ്. 1 ശരിയാണ്. 1 ഉള്ളത് മാത്രം നിർത്താം, ബാക്കി അങ്ങ് കട്ട് ചെയ്യാം. 2 ശരിയാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലേ? അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. നമുക്ക് അടുത്തത് വായിച്ചു നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാടാണോ? അല്ല, അത് പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ഏത്? വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പൊ ഏതാണ്? 3ഉം 4ഉം തെറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് അവർ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഇതെല്ലാം ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. നമുക്കറിയാം സൈലന്റ് വാലി മാത്രമാണ് 5 ദേശീയോദ്യാനങ്ങളിൽ സൈലന്റ് വാലി മാത്രമാണ് പാലക്കാടുള്ളത്. ബാക്കി 4ഉം എവിടെയാണ്? നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലി. തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. അതെന്താണ്? ശരിയായ പ്രസ്താവനയാണ് അല്ലെ? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിലാണ്. അപ്പൊ എന്താണ്? ഇവിടെ ഇതും തെറ്റാണ്. നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ്.
സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി 2ഉം 4ഉമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കിഴക്കോട്ടൊഴുകുന്നവയിൽ ശരിയായവ കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ്. കേരളത്തിലെ 44 നദികളിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടുമാണ്. കിഴക്കോട്ടൊഴുകുന്നത് കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? 1ഉം 2ഉമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉമാണ്. കബനി, ഭവാനി കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഏറ്റവും വലിയ കായൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് വേമ്പനാട്ടും, ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാസ്താംകോട്ടയാണ്. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, വയനാട് എന്നീ 5 ജില്ലകൾക്കാണ് കടൽ തീരമില്ലാത്തത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി കോട്ടയമാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി, കക്കാട് എവിടെയാണ്? ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്? പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരം വള്ളംപുഴ ഒഴുകുന്ന പ്രദേശം. കൊടുങ്ങരം വള്ളംപുഴ എന്ന് പറയുന്നത് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്നതാണ്. അട്ടപ്പാടിയിലൂടെയാണ് കൊടുങ്ങരം വള്ളംപുഴ ഒഴുകുന്നത്. കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണെന്ന്? ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. അത് ഇൽമനൈറ്റ് ആണ്. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ഏതാണ്? അത് തീവ്ര ഉപജീവന കൃഷിയാണ്. തീവ്ര ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ, തീവ്ര ഉപജീവന കൃഷി. ഇത് നമ്മുടെ SCRT കണ്ടന്റ് ആണ്. ഓക്കെ, പശ്ചിമഘട്ടത്തിൽ മഴനിഴൽ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഏത്? മഴനിഴൽ പ്രദേശത്ത് നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അഗസ്ത്യമലയിൽ ഉൾപ്പെടാത്തത് മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട്. ഓക്കെ, തെന്മല, കോന്നി, അച്ചൻകോവിലാറൊക്കെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. മണ്ണാർക്കാടാണ് ഉൾപ്പെടാത്തത്. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് എപ്പോഴും എന്തായിരിക്കും? ഇടുക്കിയാണോ വയനാടാണോ എന്നായിരിക്കും ഡൗട്ട്. ഏറ്റവും കൂടുതൽ വനമുള്ളത് ഇടുക്കിയിലും ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് എവിടെയാണ്? അത് വയനാട്ടിലുമാണ്. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ സവിശേഷത. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, ഇക്കൂട്ടത്തിൽ ഒരു പാലക്കാടും കൂടി വന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും എന്താണ്. കേരളത്തിലെ 5 ജില്ലകളിലാണ് കടൽ തീരമില്ലാത്തത്. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പൂക്കോട് തടാകം, പൂക്കോട് എവിടെയാണ്? പൂക്കോട് വയനാടാണ്. തെറ്റാണ്. വെള്ളായണി തടാകം, വെള്ളായണി എവിടെയാണ്? നമുക്ക് വേണ്ടത് ശരിയല്ലേ? വെള്ളായണി തിരുവനന്തപുരമാണ്. അഷ്ടമുടി കൊല്ലമാണ്. തെറ്റാണ്. തിരുവല്ലം കായൽ ആലപ്പുഴ, ഇതും തെറ്റാണ്. ആൻസർ ആയിട്ട് വരേണ്ടത് വെള്ളായണി തടാകം തിരുവനന്തപുരം, അത് മാത്രമാണ് ശരിയായത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലകളുടെ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ളത് എറണാകുളം ജില്ലയിലും ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റി ഉള്ളത് ഇടുക്കി ജില്ലയിലുമാണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി എറണാകുളം, ഇടുക്കിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇത് കാനഡ സർക്കാരിന്റെ സഹായത്താൽ നിർമ്മിതമാണ്. ശരിയാണ്, നമ്മൾ പറഞ്ഞതാണ് അല്ലെ. 1 ശരിയാണ്. നോക്കാം, ഒന്നില്ലാത്ത നമുക്ക് അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. ഇനി കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിന്റെ ഭാഗമാണ്. ഇതും ശരിയാണ്. ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് 1975-ലാണ്. ഇതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. ഇതും ശരിയാണ്. ഓപ്ഷൻ 3 മാത്രമാണ് തെറ്റ്. അപ്പൊ ആൻസർ ഏതാണ് വരേണ്ടത്? 1, 2, 4 എന്നിവയാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതി നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് 1976-ലാണ്. 1976 ഫെബ്രുവരി 12-ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ മഴനിഴൽ പ്രദേശം എന്നൊരൊറ്റ വാക്ക് മതി അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അല്ലെ. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടെ പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടതാണ്. നക്ഷത്രയാമകളും മലയണ്ണാനും ഒക്കെ ഏതാണ്? നമ്മുടെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഓപ്ഷൻ എ ചിന്നാറാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. കേരളത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്?
941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഏതാണ് തെറ്റെന്നുള്ളത്. ഇതൊന്നും നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും ഈ ഒരു പോയിന്റ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും അല്ലെ. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നാണ് വാർഡ് പഞ്ചായത്ത്. ഒരിക്കലും നമുക്കറിയാം വാർഡുകളല്ലേ, കുറെ വാർഡുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു ബേസിക് നോളജാണ് നമ്മുടെ. വേറെ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തെറ്റായതല്ലേ വേണ്ടത്. സോ ഓപ്ഷൻ ഡി 4 മാത്രമാണ് തെറ്റെന്ന്. കാര്യം ഇവിടെ ഇപ്പൊ 1, 2, 2, 3, 3, 4 എന്നൊക്കെ തന്നിട്ട് നമുക്കൊന്ന് കൺഫ്യൂഷൻ ആയേനെ. പക്ഷെ ഇവിടെ എന്താണ്, നമുക്ക് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പഠിച്ചു വെക്കുക, 941 ഗ്രാമപഞ്ചായത്തുകൾ, 87 മുനിസിപ്പാലിറ്റികൾ, 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളും നമുക്കുണ്ടെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്. കേരളത്തിന്റെ കടൽത്തീരം 590 കിലോമീറ്റർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 580 കിലോമീറ്ററും 590 രണ്ടും PSC ആൻസർ ആയിട്ട് തരാറുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട്. ഓക്കെ, മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജല കൃഷി വികസന ഏജൻസി അഥവാ അഡാക്. ഏതാണ് ഇവിടെ എല്ലാം ശരിയാണ്. അപ്പൊ നിങ്ങളോട് പഠിച്ചു വെക്കേണ്ടത് ഇപ്പൊ ഇനി 590 പഠിച്ചാൽ മതിയാവും. കാര്യം ഇത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. അതിൽ PSC 590 തന്നിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ 580 നമ്മൾ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാർക്ക് കിട്ടാനായിട്ട് വഴിയില്ല. ഓക്കെ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. മതികെട്ടാൻചോല എവിടെയാണ്? വന്യജീവി സങ്കേതം. മതികെട്ടാൻചോല, പാമ്പാടിൻചോല ഒക്കെ എവിടെയാണ്? അതൊക്കെ ഇടുക്കിയാണ്. അപ്പൊ ഇത് തെറ്റാണ്. 1 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് വേണ്ടത് ശരിയല്ലേ? 1 തെറ്റാണ്. നേരെ ഓപ്ഷനിലേക്ക് പോകുക. 1 ഉള്ളത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. പാമ്പാടിൻചോല എവിടെയാണ്? പാമ്പാടിൻചോല ഇടുക്കിയാണ്. ആറളം വന്യജീവി സങ്കേതം എവിടെയാണ്? ആറളം കണ്ണൂരാണ്. ഓക്കെ, കരിമ്പുഴ എവിടെയാണ്? കരിമ്പുഴ എന്ന് പറയുന്നത് മലപ്പുറത്താണ്. മലപ്പുറം. അപ്പൊ ഇവിടെ ശരിയായ ജോഡി എന്ന് പറയുന്നത് 2ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാൻ മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ്. ശരിയാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ്. അതും ശരിയാണ്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ജനസാന്ദ്രത കൂടിയ ജില്ലയാണ് ഇത് മലപ്പുറം എന്ന് പറയുന്നത്. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? ജനസംഖ്യ കൂടിയതാണ് മലപ്പുറം, ജനസാന്ദ്രത കൂടിയത് തിരുവനന്തപുരമാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ശരിയായതല്ലേ വേണ്ടത്. സോ ഓപ്ഷൻ എ 1ഉം 2ഉം ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തത്. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. ശരിയാണ് അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപം, ജലം, കാറ്റ്, സൗരവൈദ്യുതി. ഇതും ശരിയാണ്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകരയല്ല, അത് വിഴിഞ്ഞമാണ്. നമുക്ക് വേണ്ടത് എന്താണ്? തെറ്റല്ലേ വേണ്ടത്. സോ 3 തെറ്റാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്താൻ. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ശരിയാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. അതും ശരിയാണ്. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇതും ശരിയാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പമ്പ കിഴക്കോട്ട് നമുക്കറിയാം ഏതൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ. അത് 3ഉമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അപ്പൊ നമുക്കറിയാം പമ്പ കിഴക്കോട്ടല്ല, പാമ്പാറാണ് കിഴക്കോട്ട്. ഇത് തെറ്റാണ്. പാമ്പാർ പടിഞ്ഞാറോട്ട്. ഇതും തെറ്റാണ്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്. ഇതെന്താണ്? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നമുക്ക് 3 വെച്ചല്ലേ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇത് ശരിയാണ് അല്ലെ. പെരിയാർ കിഴക്കോട്ട്. പെരിയാർ എങ്ങോട്ടേക്കാണ്? പടിഞ്ഞാറോട്ടാണ്. അപ്പൊ സോ 36ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 3ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്ന ഏതെല്ലാമാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇങ്ങനെ 3ആയിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 1, 2, 3ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായവ.
ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു, ശരിയാണ്. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു, തുലാവർഷം എന്നറിയപ്പെടുന്നു. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്കുകിഴക്കൻ മൺസൂണിനെയാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത്, വടക്കുകിഴക്കനാണ്. അപ്പൊ ആൻസർ ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി, ഏറ്റവും ചെറുതാണെങ്കിൽ അത് ആലപ്പുഴയാണ്. വരയാടിനെ നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രൊജക്ട് നീലഗിരി താർ എന്ന പദ്ധതി, നമ്മളത് കേരളമാണെന്ന് വിചാരിക്കും, കേരളമല്ല, അത് ഏതാണ്? തമിഴ്നാടാണ്. ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗമാണ് എന്ത്? വരയാട്. പക്ഷേ പ്രൊജക്ട് നീലഗിരി താർ കൊണ്ടുവന്ന ആരാണ്? തമിഴ്നാടാണ്. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് എന്ത്? വിദ്യാവാഹൻ. ജസ്റ്റ് ഓർത്തിരിക്കുക. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കൈതച്ചക്ക വാഴക്കുളമാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. കല്ലേൽ പൊക്കുടനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കല്ലേൽ പൊക്കുടൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? കണ്ടൽക്കാടുകളുടെ സംരക്ഷണമായിട്ടാണ്. അപ്പൊ എന്താണ്? പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ്, പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകനാണ്. അപ്പൊ ആൻസർ ഏതായിട്ട് വരും? 1ഉം 2ഉമാണ്. അദ്ദേഹം അല്ലെ മലയാളിയാണ്. അപ്പൊ എന്താണ്? 1ഉം 2ഉമാണ്. ആന്ധ്രാപ്രദേശാണ് സ്വദേശം എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ശരിയാണ്. തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ, കോട്ടയം ജില്ലകളെ പരസ്പരം ബന്ധിക്കുന്നു. 2 തെറ്റാണ്. ഇവിടെ തന്നിരിക്കുന്ന പത്തനംതിട്ടയാണ്, തെറ്റല്ലേ ഇത്? ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു. ഇത് 2ഉം ശരിയാണ്. ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായി വരുന്നത്. പാമ്പാടുംചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത് 2003 പാമ്പാടുംചോലയെ നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. കക്കാട് ജലസേചന പദ്ധതി, കക്കാട് എവിടെയാണ്? പത്തനംതിട്ട. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്ക, അപ്പൊ ഔദ്യോഗിക ഫലം ഏതാണ്? ചക്കയാണ്. അതിനെ പ്രഖ്യാപിച്ചത് 2018 കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് വയനാടാണ്. ഏറ്റവും കൂടുതൽ വനഭൂമി ഇടുക്കിയിലും, ശതമാനാടിസ്ഥാനത്തിൽ അത് വയനാടുമാണ്. പാതിരാമണൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാതിരാമണല് ആലപ്പുഴ ജില്ലയിലാണ്. എഫ് ആകൃതിയിലുള്ളത് ഏതാണ്? അഷ്ടമുടിയാണ്. ശാസ്താംകോട്ടയാണ് എഫ് ആകൃതിയിൽ. ശാസ്താംകോട്ടയും. അഷ്ടമുടി എന്താണ്? നീരാളി അഥവാ പനയോലയുടെ ആകൃതി 8 ഇങ്ങനെയാ കാണുന്നത്, അത് അഷ്ടമുടിയാണ്. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും സംരക്ഷിത ജീവികളും ശരിയായി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് അറിയാവുന്ന വെച്ച് നമുക്ക് ആദ്യം നോക്കാം. സിംഹവാലൻ കുരങ്ങുകൾ എന്താണ്? സൈലന്റ് വാലിയാണ്. അപ്പൊ സി എന്ന് പറയുന്ന 1ആണ്. അപ്പൊ സി 2 ഇതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി ചാമ്പൽ മലയണ്ണാൻ എവിടെയാണ്? ചിന്നാറാണ്. ബി എന്ന് പറയുന്നത് 3ആണ്. ബി 3 ഒരൊറ്റ എണ്ണേ ഉള്ളൂ. ആൻസർ ഏതാണ്? അപ്പൊ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. റീഡ് തവളകൾ എവിടെയാണ്? അത് കക്കയമാണ്. വരയാട് ഇരവികുളമാണ്. ആൻസർ എന്ന് പറയുന്നത് റീഡ് തവളകൾ കക്കയം, ചാമ്പൽ മലയണ്ണാൻ ചിന്നാറ്, സിംഹവാലൻ കുരങ്ങൻ സൈലന്റ് വാലി, വരയാട് ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട സ്ഥിതി ചെയ്യുന്നത്, ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽ കോട്ട ഏത് വില്ലേജിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേക്കൽ കോട്ട എവിടെയാണ്? പള്ളിക്കര വില്ലേജ്. ഹോസ്ദുർഗ് താലൂക്കിലെ കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലെ പള്ളിക്കര വില്ലേജിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ബേക്കൽ കോട്ട. ഈ ഹോസ്ദുർഗ് വരെ ചോദിച്ചിട്ടുണ്ട്. ഈ വില്ലേജിലേക്ക് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ചോദിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ എന്താണ്? ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. അത് സ്ഥിതി ചെയ്യുന്ന വില്ലേജാണ് പള്ളിക്കര. താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപാദനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ഏതാണ്? അത് കാപ്പിയാണ്. 1859 കേരളത്തിൽ എവിടെയാണ് ആദ്യത്തെ കയർ ഫാക്ടറി? 1859 ആലപ്പുഴ ജില്ലയിൽ ഡാറസ്മയിൽ കേട്ടോ. കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. അക്ഷാംശം 8°18 വടക്ക് മുതൽ 12°48 വടക്ക് വരെയാണ്, ശരിയാണ്. രേഖാംശം 74°52 77°22 വരെയാണ്, ഇതും ശരിയാണ്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തരംതിരിക്കാം, ഇതും ശരിയാണ്. ആൻസർ വരേണ്ടത് എല്ലാം ശരി എന്നുള്ളതാണ്. സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിന്റെയും പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തെയും യോജിപ്പിക്കുന്ന മലമ്പാതയാണ്. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂര് കാഞ്ഞങ്ങാട് സമതലം, പാലക്കാട് ചുരം, എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലം, തീരസമതലം ഏതാണ്? അത്
പാലക്കാട് ചുരമാണ്. ഈ ഒരൊറ്റ പോയിന്റ് മതി നമുക്ക് പാലക്കാട് ചുരമാണെന്ന് കണ്ടെത്താനായിട്ട് അല്ലെ. തമിഴ്നാടിനെയും നമ്മുടെ കേരളത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് പാലക്കാട് ചുരം, പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും. കേരളത്തിലെ നദികളുടെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ എഴുതാൻ. ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് പെരിയാറ്, ഭാരതപ്പുഴ, പെരിയാറ് കഴിയുമ്പോൾ ഭാരതപ്പുഴ, അത് കഴിയുമ്പോൾ പമ്പ, ആ ഓർഡറാണ്. അപ്പൊ ഭാരതപ്പുഴ കഴിഞ്ഞിട്ടാണ് പമ്പ വരേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, ഓർഡറിൽ വരേണ്ടത് ആദ്യത്തേത് പെരിയാറാണ്, രണ്ടാമത്തേത് ഭാരതപ്പുഴയാണ്, മൂന്നാമതാണ് പമ്പ വരേണ്ടത്. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. ഇനിയുള്ളത് ഭാരതപ്പുഴയും പമ്പയുമാണ് അല്ലെ ഓർഡറിൽ വരേണ്ടത്. പിന്നെ നമ്മൾ പഠിക്കുന്ന ഓർഡറിൽ വരുന്നത് ചാലിയാറാണ്. ഓക്കെ, അപ്പൊ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്നും നമുക്ക് ലെങ്ത് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താണ് ലോജിക്ക് വെച്ച് നമുക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താം. ചാലിയാറ്, ചാലക്കുടിയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. കേരളത്തിലെ നദികളിൽ ഒറ്റയാനെ കണ്ടെത്താൻ മഞ്ചേശ്വരം, ഉപ്പള, ഷിറിയ, നെയ്യാറ്. ആൻസർ വരേണ്ടത് നെയ്യാറാണ്. എന്താണ് പ്രത്യേകത? മഞ്ചേശ്വരം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഉപ്പള എവിടെയാണ്? കാസർഗോഡ് ജില്ലയാണ്. ഷിറിയ എന്ന് പറയുന്ന നദിയും കാസർഗോഡ് ജില്ലയാണ്. നെയ്യാർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയപാത ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ വാട്ടർവേ 3 ആണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, ശബരിഗിരി പത്തനംതിട്ട, ഇടുക്കിയാണ്, കുറ്റ്യാടി കോഴിക്കോട്, സിയാൽ പദ്ധതി എറണാകുളമാണ്. സിയാൽ പദ്ധതി എറണാകുളം ജില്ലയിലാണ്. പക്ഷെ സിയാൽ എന്ന് പറയുന്നത് ജലവൈദ്യുത പദ്ധതിയാണോ? അല്ല. സിയാൽ എന്ന് പറയുന്നത് എന്താണ്? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്, നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ പേരാണ്, ഔദ്യോഗിക നാമമാണ് സിയാൽ എന്ന് പറയുന്നത്. ഓക്കെ, താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം, മഴനിഴൽ എന്ന് കാണുമ്പോഴേ ഞാൻ പറഞ്ഞു ഏതാണ്? ചിന്നാറാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാനും അതേപോലെ തന്നെ എന്താണ്? നക്ഷത്ര ആമകളുടെയും വാസസ്ഥലമാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. നോക്കിക്കേ, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക. ഈ റോബസ്റ്റ എന്ന് കാണുമ്പോൾ നമ്മൾ പഴം എന്ന് ഓർക്കരുത്, അതെല്ലാം എന്താണ്? നമ്മുടെ കാപ്പിയുടെ ഇനങ്ങളാണ് അറബിക്കയും ലിബറിക്കയും റോബസ്റ്റയും. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഉത്ഭവമാണ് അല്ലെ ചോദിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ്? ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അത് പീച്ചിയാണ്. അപ്പൊ അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക കാപ്പിയാണ്. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നിൽ നിന്നാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പീച്ചിയിൽ. കേരളത്തിലെ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ എറണാകുളം ജില്ലയുടെ ഭാഗമായ കുട്ടമ്പുഴ, ആ കുട്ടമ്പുഴയുടെ കുറെ പോർഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇടമലക്കുടി വില്ലേജിലേക്കാണ് കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ എന്താണ്? ഇടമലക്കുടിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇടമലക്കുടിയും കൂടി അതിന്റെ ലെങ്ത് ഇതും കൂടി കൂട്ടിയപ്പോഴാണ് എന്താ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് വീണ്ടും മാറിയത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ഫോറസ്റ്റ് കൺസർവേറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അധികം കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. +2 ലെവലില് ബീറ്റ് ഫോറസ്റ്റിന്റെ ലെവലിൽ എന്ത് കാര്യം ഇതിൽ ചോദിച്ചിരിക്കുന്നത് കൂടുതലും ഈ വനവും ആയിട്ട് നിയമങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്കൊന്ന് പഠിച്ചു വെക്കുക. ഫോറസ്റ്റ് കൺസർവേറ്റർ ആണ് ബോഡിലോൺ. ആരാണ്? ഓപ്ഷൻ സി, ബോഡിലോൺ ആണ്. ബോഡിലോൺ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണെന്ന്? വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് നിയന്ത്രിക്കുന്നതാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ആണ്. 1980. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് ആഞ്ഞിലിയാണ് അല്ലെ. ആഞ്ഞിലിയാണ് വിദേശ സസ്യം അല്ലാത്ത. അക്കേഷ്യയും യൂക്കാലിപ്സും കാറ്റാടിയും ഒക്കെ എന്താണ്? വിദേശ സസ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വയനാട്. ഓക്കെ, വയനാട്ടിലാണ് കടുവാ സങ്കേതം ഇല്ലാത്തത്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരമാണ്? പശ്ചിമഘട്ടത്തിൽ കാണുന്നതാണ് ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരളത്തിലെ ഏക മയിൽ സങ്കേതമാണ് പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ. ചൂലന്നൂറാണ് കേരളത്തിലെ ഏക മയിൽ സങ്കേതം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ജില്ല, വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്തത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇല്ലാത്തത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു. ഇത് ജസ്റ്റ് വരയാടെന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ്? ഇരവികുളം നാഷണൽ പാർക്കില് അല്ലെ, നീലഗിരി താറ്, ഇതൊക്കെ നമുക്കറിയാം. നമുക്ക് നോക്കാം. വരയാട് മൂന്നാറിലാണെന്ന് നമുക്കപ്പോൾ അറിയാം. ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നു. മൂന്നാർ എന്ന് പറയുന്നത് ഇടുക്കിയാണ്. അപ്പൊ ഇത് രണ്ടും എന്തായാലും ആൻസർ ആയിട്ട് വരില്ല.
വയനാട്, തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്കിവിടെ ആൻസർ എന്ന് പറയുന്നത്. ശരിയായ പ്രസ്താവന. ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നുവല്ല, മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു എന്നുള്ളതല്ല, വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരായിരിക്കും? സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ഏതാണ്? കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരമാണ് ഒരു പ്രത്യേക ഭൂപ്രദേശം എന്തായിട്ട് റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്താണ് NTFP? NTFP എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തടി ഇതര വനോൽപ്പന്നങ്ങളെയാണ് NTFP എന്ന് പറയുന്നത്. NTFP എന്താണ് അതിന്റെ ഫുൾ ഫോം? NTFPയുടെ ഫുൾ ഫോം എന്താണ്? നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. നോൺ ടിംബർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് തടി ഇതര വനോൽപ്പന്നങ്ങളാണ്. അതിനെയാണ് നമ്മൾ NTFP എന്ന് പറയുന്നത്. പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച എന്നാണ്? 1992 പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിക്കുന്നത്. ഇത് നമ്മുടെ ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് കേരളത്തിലെ ഫിസിയോഗ്രാഫിക് ഡിവിഷനുകളുടെ പശ്ചാത്തലത്തിൽ മിഡ്ലാൻഡ് മേഖലയെ കൃത്യമായി വിവരിക്കുന്നത്? അപ്പൊ നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരിക്കലും ഡയറക്റ്റ് മലയാളം അല്ല വന്നിരിക്കുന്നത് അല്ലെ. ഇംഗ്ലീഷിന് എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് മലയാളത്തിലേക്ക് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചിലപ്പോൾ മലയാളം മാത്രം വായിച്ച് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കരുത്. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം. കറക്റ്റ് കാര്യം ഭയങ്കര ചേഞ്ച് ഉണ്ടാകും. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കേരളാസ് ഫിസിയോഗ്രഫിക് ഡിവിഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ് ദ മിഡ്ലാൻഡ് റീജിയൻ? അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ 10th ലെവലിൽ നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യന്റെ അതേ കണ്ടന്റ് തന്നെ അവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിലെ ഇടനാടിനെ പറ്റി ശരിയായ പ്രസ്താവന എന്ത്? അതാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഉയർന്ന ഉയരത്തിലുള്ള പർവ്വതനിരകളും കുത്തനെയുള്ള ചരിവുകളുമാണ് ഇതിന്റെ സവിശേഷത. അത് നമുക്കറിയാം. എവിടെയാണ്? മലനാട്ടിലാണ്. വൈവിധ്യമാർന്ന കാർഷിക രീതികളെ പിന്തുണയ്ക്കുന്ന താഴ്വരകളും താഴ്ന്ന കുന്നുകളും ഇടകലർന്ന തരംഗങ്ങളുള്ള ഭൂപ്രദേശം ഇതിൽ അടങ്ങിയിരിക്കുന്നു അല്ലെ. ഇത് ശരിയാണ്. ജൈവ വൈവിധ്യത്തിന് നിർണായകമായ തീരപ്രദേശങ്ങളിലെ തണ്ണീർത്തടങ്ങളും ചതുപ്പ് നിലങ്ങളും ഇവിടെ ആധിപത്യം. അതെന്താണ്? തീരപ്രദേശമാണ്. വിശാലമായ നെൽവയലുകളുള്ള ഒരു പരന്ന ഭൂപ്രകൃതിയാണ്. അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. അതും എന്താണ്? തീരപ്രദേശമാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് undulating terrain with a mix of valleys and low hills supporting diverse of agriculture practices എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിന കോൺട്രിബ്യൂട്ട് ടു ദ ഓറോഗ്രാഫിക് എഫക്ട് ദാറ്റ് സിഗ്നിഫിക്കലി impacts the rainfall distribution in Kerala, particularly the western Ghat region? പശ്ചിമഘട്ട മലനിരകളിലെ ആ ഒരു മഴ എന്താണ്? മഴയുടെ വിതരണത്തെ സാരമായി ബാധിക്കുന്ന ഓറോഗ്രാഫിക് ഫലത്തിന്റെ സംഭാവന ചെയ്യുന്ന എന്താണെന്ന്. അതായത് ഈർപ്പം നിറഞ്ഞ കാറ്റിനെ പർവ്വതനിരകൾ തടയുന്നു. നമുക്കറിയാം ഇവിടെ എന്താണ്? ഇപ്പൊ കേരളം ഇങ്ങനെ കിടക്കുവാണ് എങ്കിൽ ഇവിടെ പശ്ചിമഘട്ട മലനിരകളുണ്ട്. ഇവിടെ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റുകൾ ഈ മലനിരകൾ തടഞ്ഞു നിർത്തുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? മഴ പെയ്യുന്നത്. അപ്പൊ അതിനെയാണ് പറയുന്നത് ഓറോഗ്രാഫിക് ഫലം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഈർപ്പം നിറഞ്ഞ കാറ്റിനെ പർവ്വതനിരകൾ തടയുന്നു. ഇനി ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിഗ്രി ലെവൽ ഉണ്ടായിരുന്നു. അതിൽ എന്താണ്? നമ്മൾ നേരത്തെ ചോദിച്ചിരിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നാഷണൽ വാട്ടർവേ 3യും അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.